വെൽക്കം ബാക്ക് ടു അനദർ കുഞ്ഞ് ലോങ് വീഡിയോ. നമ്മൾ ലാസ്റ്റ് വീഡിയോ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ പോയി പർച്ചേസ് ചെയ്യണ്ട. ഇനി കാനഡയല്ല, നമുക്കിവിടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഹോസ്പിറ്റൽ ബാഗിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് അവർ പറയുന്നത്, എന്തൊക്കെ നമുക്ക് കൊണ്ടുപോകണം എന്നുള്ളത് ഈ വീഡിയോ നമുക്ക് കാണാം. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പം നമുക്ക് ബാഗ് പാക്ക് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി മൂന്ന് സെഷനായിട്ടാണ് നമ്മൾ ബാഗ് പാക്ക് ചെയ്യണത്. ശരിക്കും ഇവിടെ നാട്ടിലെ പോലെ അല്ല. ഒന്ന് ബേബിക്ക്, ഒന്ന് മോമിന്, ഒന്ന് ഡാഡിന്, അങ്ങനെയാണ് നമ്മൾ ശരിക്കും പാക്ക് ചെയ്യുന്നത്. അപ്പം ആദ്യം ബേബിയുടെ പാക്കിങ് കാണാം. ബേബിക്ക് ആക്ച്വലി ഇവിടെ നാട്ടിലെ പോലെ 2-3 days ഒന്നും സ്റ്റേ ഒന്നും നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റേ ഒന്നും വരത്തില്ല. കൂടിപ്പോയാൽ ഒരു 1 day നമ്മൾ കിടക്കേണ്ടി വരും. അതിപ്പം C-section ആണെങ്കിൽ, നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 hours മാക്സിമം അതിനുള്ളിൽ അവർ നമ്മളെ വീട്ടിൽ പറഞ്ഞു വിടും. അപ്പം അതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള ഒരു പാക്കിംഗ് ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ പല പല സ്ഥലത്തുനിന്ന് ഞാനിങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ചും, അതുപോലെ തന്നെ കുറേ ഇപ്പം എൻ്റെ മിഡ് വൈഫിൻ്റെ അടുത്താണെങ്കിലും അവരുടെ അടുത്ത് ചോദിച്ചിട്ടും, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് അവരൊക്കെ പാക്ക് ചെയ്തതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഐഡിയ വെച്ചിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ പാക്ക് ചെയ്യുന്നത്. ഇനി ചിലപ്പോൾ ഇതിൽ ഇനിയും ആവശ്യമുള്ളതുണ്ടാവാം, ആവശ്യമില്ലാത്തതുണ്ടാവാം. എന്തായാലും ഞങ്ങളുടെ ഒരു ഐഡിയയിലാണ് ഞങ്ങൾ ഈ ബാഗ് പാക്ക് ചെയ്യണത്. അപ്പം ബേബിയുടെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ബേബിയുടെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബിയുടെ ഡ്രസ്സ്, പിന്നെ ഹാറ്റ്, മിറ്റൻസ്, സോക്സ്, അതുപോലെ തന്നെ ബേബീനെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഔട്ട്ഫിറ്റ്, പിന്നെ അവരെ സ്വാഡൽ ബ്ലാങ്കറ്റ്സ്, ഇവിടെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുക്കാം. ഞാൻ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നില്ല. അപ്പം ഞാൻ എടുത്തെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ 2 സെറ്റ് ഡ്രസ്സ് ഞങ്ങൾ ഫുൾ കവേർഡ് ആയിട്ടുള്ളത് ബേബിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഒന്നിത്, അതുപോലെ തന്നെ ഇത്. ഇങ്ങനെ 2 ഫുൾ കവേർഡ് ഡ്രസ്സ് ഞങ്ങൾ വാങ്ങിച്ചു, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായിട്ട്. അല്ലാതെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇതാവുമ്പം മിറ്റൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, സോക്സിൻ്റെ ആവശ്യമില്ല, എല്ലാം ഫുള്ളി കവേർഡാണ്. കാലും എല്ലാം ബേബിക്ക് കവേർഡാണ്. അപ്പം അങ്ങനെ ആ 2 ഡ്രസ്സ് ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ അതുപോലെ തന്നെ ബേബിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നമ്മൾ ബ്ലാങ്കറ്റ്സ് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് 2 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരെണ്ണം ഒരു ക്യാപ്പുള്ളൊരു ബ്ലാങ്കറ്റും, വൈറ്റ് ബ്ലാങ്കറ്റ് നമ്മൾ ബേബീനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അത്, പിന്നെ അതുപോലെ തന്നെ വേറൊരു ബ്ലാങ്കറ്റ്, ഇത് പ്ലെയിൻ ഒരു ബ്ലാങ്കറ്റാണ്. ഇതും നമ്മൾ ബേബിനെ റിസീവ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് 2 എടുത്ത് വെച്ചു എന്നുള്ളൂ, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ സ്വാഡൽ ക്ലോത്ത്സും ഇതുപോലെ തന്നെ ഇതൊരെണ്ണം ഞാൻ എടുത്തു. പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ കൊണ്ടുപോകാമല്ലോ എന്ന് വെച്ചിട്ട് ഒരു 2-3 എണ്ണം കൂടെ സ്വാഡൽ ക്ലോത്ത്സ് ഇതും നമ്മൾ ബാഗിൽ വെക്കാൻ വേണ്ടി എടുത്തു ജസ്റ്റ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എടുത്ത് വെക്കുക, ബാഗിലേക്ക് ഇത് കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ ഇപ്പം 2 ബേബി ഡ്രസ്സും 2 ക്യാപ്പും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഫുൾ കവർ ഡ്രസ്സാണ്, അതുകൊണ്ട് സോക്സിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഫോർ സേഫ്റ്റി എടുത്തു. ഞാൻ ഒരു സോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ സ്വാഡൽ ബ്ലാങ്കറ്റ് ഒരെണ്ണം, എക്സ്ട്രാ ഒരെണ്ണം കൂടെ വെച്ചേക്കാം. എക്സ്ട്രാ ഒരെണ്ണം കൂടെ ഞാൻ ജസ്റ്റ് ഫോർ സേഫ്റ്റി എന്ന് പറഞ്ഞ് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റിസീവിങ് ബ്ലാങ്കറ്റ് 2 ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ ഫേസ് ടവൽ പോലെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാൻ വേണ്ടി അതും വെക്കുന്നുണ്ട്. 2 വെക്കുന്നുള്ളൂ അതൊക്കെ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പേഴ്സ്, ബേബിയുടെ ഡയപ്പേഴ്സ്. അത് ഹഗ്ഗീസിൻ്റെ ഡയപ്പേഴ്സായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ വെറ്റ് വൈപ്സും എടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ്. പിന്നെ ഡയപ്പർ റാഷ് ക്രീമും
ചിലപ്പോൾ ഈ ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ആദ്യമായിട്ട് ഡയപ്പറൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നാൽ ഫോർ എ സേഫ്റ്റി ബേബിക്ക് അതും കൂടെ വയ്ക്കുന്നുണ്ട്. പിന്നെ ബേബിയുടേതായിട്ട് ക്ലോത്ത്സ് വെച്ചു ബേബി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെസിഫയർ ബേബിക്ക് അതും വെക്കുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ളതെന്ന് വെച്ചാൽ ബോട്ടിൽ ഇൻ കേസ് നമുക്ക് ഫോർമുല മിൽക്ക് വേണ്ടി വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ബോട്ടിലിൽ നിന്ന് ഇതൊരെണ്ണം പൊട്ടിച്ചിട്ട് അതും കൂടെ വയ്ക്കും. ഓക്കെ, അപ്പോൾ ബേബിക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യും. ഇപ്പം വൈപ്സ് ആണെങ്കിലും ഡയപ്പേഴ്സ് ആണെങ്കിലും എല്ലാം നമുക്ക് അവർ ഹോസ്പിറ്റലിൽ നിന്ന് തരും. എന്നാൽ പോലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ കൊണ്ടുപോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഡേക്കല്ലേ സ്റ്റേ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരതെല്ലാം പ്രൊവൈഡ് ചെയ്യും. പക്ഷെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി അതെടുക്കുന്നു. അപ്പോൾ ബേബിയുടെ ഓൾമോസ്റ്റ് സെറ്റായി. ഇനി എൻ്റെ കുറച്ച് സാധനങ്ങളും കൂടെ എടുക്കുന്നുണ്ട്. ഒന്ന് ഫീഡിങ് ഡ്രസ്സ് എനിക്കുള്ള അതൊരു 2 സെറ്റ്, എനിക്കും ബേബിക്കും എല്ലാം ഞാൻ 2 സെറ്റ് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫീഡിങ് ഡ്രസ്സ് ഒരു 2 സെറ്റ് ഞാൻ എടുത്തു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ്, ആ ഔട്ട്ഫിറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഹെയറൊക്കെ ഒന്ന് ടൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് 2 സ്ക്രഞ്ചീസ് എടുക്കുന്നുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ലോഷനും ഡിയോഡ്രൻറ്റും അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ എനിക്ക് നിപ്പിൾ ക്രീമും അതിൻ്റെ കൂട്ടത്തിൽ വെക്കുന്നുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാക്സ്, ഫ്രൂട്ട് ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും അത് നമ്മുടെ ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എനിക്ക് ആ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും വിശപ്പോ അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ ജസ്റ്റ് ഒന്ന് കാമാവാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട് ജ്യൂസും അങ്ങനെ 2 സ്നാക്സ് ഐറ്റംസും എടുക്കുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് ബാഗ്. ആ സമയത്ത് എന്തായാലും എന്തെങ്കിലുമൊക്കെ ക്രാംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഹോട്ട് ബാഗും എടുക്കുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എനിക്കുള്ള ഡയപ്പറാണ്. ഇതെല്ലാം ഈ ഡയപ്പേഴ്സൊക്കെ നമ്മളൊരു 2-3 സെറ്റ് എടുത്താൽ മതി. ഇത് ഇങ്ങനെ തന്നെ ഫുള്ള് എടുത്തിട്ട് പോകേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. അപ്പം നമ്മുടെ ഒരു സേഫ്റ്റി എന്നുള്ള രീതിക്ക് അതും കൂടെ എടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂത്ത് ബ്രഷും കാര്യങ്ങളൊക്കെയാണ്. അത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹസ്ബൻഡിനുള്ള ഡ്രസ്സും. അപ്പം ഇച്ചായിക്കുള്ള ഡ്രസ്സും ഇതുപോലെ തന്നെ ഒരു 2 പെയർ വെച്ച് ഞങ്ങൾ എടുക്കുന്നുണ്ട്. ബേബിക്കും എല്ലാവർക്കും 2 പെയർ വെച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ടൂത്ത് ബ്രഷും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ആവശ്യം വരുമോ നമുക്ക് അറിയത്തില്ല. കാരണം അത് ടൈമിങ് പോലെ ഇരിക്കും. അപ്പം അത്യാവശ്യം വേണ്ടത് ഇതൊക്കെയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതിലിപ്പോൾ വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് വരുത്തിക്കാം ആരെങ്കിലും. അത്രേ ഞാൻ വെച്ചുള്ളൂ. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഓൾമോസ്റ്റ് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഫസ്റ്റ് ടൈം അല്ലേ, ഈ എക്സ്പീരിയൻസിൽ അടുത്ത പ്രാവശ്യം പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോസ്പിറ്റൽ പാക്കിംഗ് വീഡിയോ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ അടുത്ത വീഡിയോ ബേബിയുടെ കൂടെയുള്ള വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ബേബിനെ കാണാൻ റെഡിയായി ഞങ്ങൾ ഇരിക്കുവാണ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ബേബിയുടെ കൂടെയുള്ള വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.